വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ജീവിതത്തിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ ജോലികൾ ചെയ്യണം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ജോലി നമുക്ക് അറിയണം എന്നുള്ളതിന്റെ ഒരു ബെനിഫിറ്റ്, അതായത് എന്റെ ജീവിതത്തിൽ എനിക്ക് ഇന്ന് ഒരു ബെനിഫിറ്റ് ഉണ്ടായി, അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സമയം 8:38. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, 8:30. ഓക്കെ, 8:30, 8:38, 8:40 മാർച്ച് 10. ഓക്കെ, ഇന്നാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. മാർച്ച് 10, 8:40, രാവിലെ 8:40. ഞാൻ പറയുകയാണെങ്കിൽ 18ാമത്തെ വയസ്സിൽ ഡ്രൈവിംഗ് ചെയ്യാറുണ്ട്. അതിനു മുന്നേ ഞാൻ മൊബൈലിന്റെ ടെക്നീഷ്യൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ നിലവിൽ ഞാൻ മൊബൈൽ ടെക്നീഷ്യൻ ഫീൽഡ് ടച്ച് വിട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ആ ടച്ച് ഇപ്പോഴുണ്ട്. പക്ഷെ ഞാൻ അതിലേക്ക്, അതായത് എനിക്ക് ആ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആ ഒരു ഫീൽഡിലേക്ക്, മൊബൈൽ ടെക്നീഷ്യൻ ഫീൽഡിലേക്ക് പോകണമെങ്കിൽ പോവാം. പക്ഷെ ഇതിന്റെ ഒരു മെയിൻ ജോലികൾ നമ്മൾ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരു ജോലിയിൽ ഫോക്കസ് ചെയ്യാണ്ടിരിക്കും. അതായത് ഞാനിപ്പോ ഒരു ജോബ് ചെയ്യാണ്, ഇത് ഇല്ലെങ്കിലും മറ്റേ ജോബ് എനിക്ക് ഉണ്ട് എന്നുള്ള ഒരു അഹങ്കാരം ഉണ്ടാവും നമുക്ക്. പക്ഷെ ഒരിക്കലും ആ ഒരു അഹങ്കാരം നമ്മൾ ജീവിതത്തിൽ ഇല്ലാണ്ടാക്കുകയാണെങ്കിൽ, ആ ഒരു അഹങ്കാരം ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഏറ്റവും നല്ലത് ഒന്നിൽ കൂടുതൽ, ഒന്നോ രണ്ടോ മൂന്നോ ജോലികൾ നമ്മൾ പഠിച്ചു വെക്കുകയോ അല്ലെങ്കിൽ ഒരു ഇൻകം സോഴ്സ് ഉണ്ടാക്കി വെക്കുകയോ ചെയ്യണം. കാരണം ഇന്നൊരു എക്സാമ്പിൾ ഉണ്ട്, ഇന്നൊരു സംഭവം നടന്നിട്ടുണ്ട്, അത് ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ അതിന് മുന്നേ ഒരു പറഞ്ഞ കാര്യമാണ്. ഒന്നിൽ കൂടുതൽ പല ആൾക്കാർക്കും, ഞാനിപ്പോ എന്റെ ലൈഫിൽ തന്നെ ഞാൻ പല ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ച കാര്യം, എനിക്ക് ഒരു പണിക്ക് സ്ഥിരമായിട്ട് പോയിക്കൂടെ, ഒരു പണിക്ക് തന്നെ പോകണം, എന്തെന്ന് ഇങ്ങനെ മാറി മാറി കളിക്കുന്നത്, എന്തിനിങ്ങനെ മാറി മാറി കളിക്കുന്നത്, ഒരു ജോബിന് തന്നെ പോകുമ്പോൾ ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഞാൻ കേൾക്കുന്ന കാര്യം അതാണ്. പക്ഷെ ഒരിക്കലും ഞാൻ അതിൽ നെഗറ്റീവായിട്ട് കണ്ടില്ല. ചില സമയത്തൊക്കെ എനിക്ക് അതിന്റെ പേരിൽ സങ്കടം ഉണ്ടാവാറുണ്ട്. പക്ഷെ എന്നാലും ഞാനത് തീരുമാനിച്ച കാര്യം, ഞാൻ എന്റെ ഒരു പ്ലാൻ ഉണ്ട്, അതിന്റെ പ്ലാനിലാണ്. പിന്നെ ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് അവർ ഒന്നിൽ കൂടുതൽ ജോലി ചെയ്യുന്നതിനെ കുറിച്ചിട്ട് റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന ബുക്കിൽ അത് വിശദീകരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യം. ആക്ച്വലി ഞാൻ അതിൽ കേട്ടിട്ടല്ല ചെയ്തത്, പക്ഷെ ഞാൻ ജീവിതത്തിൽ പല ജോലികൾ ചെയ്ത് അതിന് ശേഷം ഇപ്പൊ അടുത്താണ് ആ ഒരു ബുക്ക് ഞാൻ വായിച്ചത്. അപ്പൊ ആ ബുക്കിലുള്ള കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നത് അതാണ്. അപ്പോ ജീവിതത്തിൽ എന്താ പറയണ്ട, ഇപ്പോ ഒരു പറയുകയാണെങ്കിൽ ഒരു 2 മന്ത് ആയിട്ടുണ്ടാവും. 2 മന്ത് മുന്നേ ഞാൻ ആ ബുക്ക് വായിച്ചു. ആ ബുക്ക് വായിച്ചപ്പോൾ, റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറഞ്ഞ ബുക്ക് വായിച്ചപ്പോൾ, ആ ബുക്കിൽ, അതായത് ഞാൻ ജീവിതത്തിൽ ചെയ്ത പല ജോലികൾ ഞാൻ ചെയ്തതിന്റെ ആ ഒരു കാര്യം, എന്തുകൊണ്ട് എനിക്ക് ഇത്രയും, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് ചെയ്യണം എന്നുള്ള കാര്യം എനിക്ക് ഒരു മെന്റലി എനിക്ക് പ്രിപ്പയർ ആയി വന്നത് ആ ഒരു ബുക്ക് വായിച്ചപ്പോഴാണ്. അതിന് മുന്നേ ഞാൻ പ്ലാൻ ഇട്ടിട്ടൊന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെ എല്ലാം ഒന്ന് ട്രൈ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മാറി മാറി കളിച്ചത്. പക്ഷെ അതൊരു നല്ല കാര്യമാണെന്ന് ഞാൻ ആ ബുക്ക് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, അപ്പോ ഇനി എന്താണ് കാര്യം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിന്റെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ ഒരു ജോലിക്ക് ഫോക്കസ് ചെയ്യൂല. ഇപ്പൊ തന്നെ ഒരു ജോലിക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോ നമ്മൾ മേലെ വർക്ക് ചെയ്യുന്ന, അതായത് നമ്മൾ സീനിയർ സ്റ്റാഫ് പറയാണ് അങ്ങനെ ചെയ്യണം. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ തന്നെ ഇപ്പൊ എന്റെ സീനിയർ സ്റ്റാഫ് പറയുകയാണെങ്കിൽ അത് ചെയ്യുന്ന ഇത്ര മണിക്ക് വരണം, എനിക്ക് പറ്റൂല എന്ന് ഞാൻ പറയും. ചില സമയത്ത് ഇതുമുണ്ട്. പക്ഷെ ഓൾറെഡി ഞാൻ എന്റെ ജീവിതത്തിൽ ഞാനത് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് ഞാനൊരു ബുക്കിലും വായിച്ചതല്ല, എന്റെ ജീവിതത്തിലെ അനുഭവമാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, ഞാൻ എന്റെ ജീവിതത്തിൽ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ആ ഒരു ഷോപ്പിൽ ടൈമിന് എത്താൻ പറയും, ഞാൻ ടൈമിന് എത്തൂല. പിന്നെ എനിക്ക് വേറെയും ജോബ് ഉള്ളതുകൊണ്ട് ആ ഒരു ഇത് മനസ്സിലുള്ളതുകൊണ്ട്, അഹങ്കാരം എന്ന് പറയാൻ പറ്റൂല, എന്നാലും ഉള്ളിലൊരു ഇത്, വേറെ ജോബ് ഉണ്ടല്ലോ, കുഴപ്പമില്ല, പോണെങ്കിൽ പോട്ടെ എന്നുള്ളൊരു ഇതായിരുന്നു. ആ ഒരു പ്രശ്നം മാറ്റി വെക്കുകയാണ്. നമ്മളൊരു ജോലി, ഇപ്പൊ നമ്മൾക്ക് ഒരു 10 ജോലി അറിയാം, അതിൽ 10 ജോലിയിൽ ഒരു ജോലി തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൽ ഫോക്കസ്ഡ് ആയിരിക്കും. നമ്മൾ ആ ജോലി ചെയ്യുമ്പോൾ അതിൽ ഫോക്കസ്ഡ് ആയിരിക്കണം എപ്പോഴായാലും. ഓക്കെ, അത് മെയിനായി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, ഒരു ജോലി ഇപ്പൊ 10 ജോലി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 5 ജോലിയാണെങ്കിൽ, ആ 5 ജോലിയിൽ ഒരു സമയത്ത് ഒരു ജോലി മാത്രം ഫോക്കസ് ചെയ്യുക. ഒരു സമയത്ത് തന്നെ 3-4 ജോലികൾ ഒരുമിച്ച് ചെയ്യരുത്. അത് ഫോക്കസ് ചെയ്ത് അത് കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം മാത്രം അടുത്തതിലേക്ക് ഫോക്കസ് ചെയ്യാം. അപ്പൊ എന്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണവും ഇന്നത്തെ കാര്യവും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഓൾറെഡി ഇപ്പോൾ സ്റ്റിൽ ഞാനൊരു IT ഫീൽഡ് തന്നെയാണ്. ഇപ്പോൾ ഫോറക്സ് ട്രേഡിംഗ് ട്രേഡ് ചെയ്യാറില്ല ഇപ്പോൾ. കാരണം കുറച്ച് ക്യാപിറ്റൽ ഇഷ്യൂ കൊണ്ടാണ്. ക്യാപിറ്റൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒരിക്കലും ട്രേഡ് ചെയ്യാൻ പാടില്ല എന്നാണ് ട്രേഡിങ്ങിന്റെ റൂള്. അതുകൊണ്ട് ഞാൻ ട്രേഡ് ചെയ്യുന്നില്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് നിലവിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഫോക്കസ്ഡ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ ഫോക്കസ് ചെയ്ത് പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫീൽഡുമാണ്. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കോണ്ടന്റ് ക്രിയേഷൻ ഒക്കെയാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്.
സോ അതൊരു IT ഫീൽഡാണ്. ഓക്കെ. അപ്പോൾ എനിക്കിന്ന് വർക്ക് ഉണ്ട്. വീട്ടിൽ വർക്കില്ല. സോറി, പുറത്തു പോയിട്ട് വർക്കില്ല. ഓഫീസിൽ പോകേണ്ട ആവശ്യമില്ല. വീട്ടിൽ നിന്നാണ് വർക്ക്. കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോസ് ഒക്കെ വാച്ച് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. സോ വർക്കും വീട്ടിൽ നിന്നുണ്ടായിരുന്നു, വീഡിയോസ് വാച്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇന്ന് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു ചങ്ങായി കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് വണ്ടി എടുത്തോളൂ. ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി ഡ്രൈവർ ജോബ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൻ വിളിച്ചിട്ട് പറഞ്ഞു നീ ഇന്ന് വണ്ടി എടുക്കുമോ? സ്കൂൾ ട്രിപ്പ് ആയിരുന്നു. സ്കൂൾ ട്രിപ്പ് എടുക്കുമോ? എന്നിട്ട് എന്താ സ്കൂൾ ട്രിപ്പ് എടുക്കോ, ഓനെന്തോ പരിപാടി ഉണ്ട്, അവന് ഇന്നെന്തോ പ്രോഗ്രാം എന്തോ ഫെസ്റ്റിവലോ മറ്റോ ഉള്ളത് കാരണം സ്കൂൾ ട്രിപ്പ് എൻ്റെ അടുത്ത് നിന്ന് എടുത്തു കൊടുക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ വിചാരിച്ചു അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ 8:05 സമയം 8:05 രാവിലെ. പക്ഷെ ഞാൻ കേട്ടത്, അതായത് ഞാൻ മനസ്സിലാക്കി 8:30 എന്നുള്ള ഒരു 8:05 എന്ന് പറയുമ്പോൾ ഞാൻ 8:05 പറഞ്ഞത്. എന്റെ മൈൻഡിൽ കയറിയത് 8:30 എന്നാണ്. അത് എന്തുകൊണ്ടാന്ന് എനിക്ക് ഓർമ്മയില്ല. ഫോൺ വിളിച്ചപ്പോൾ വാട്സപ്പിൽ അവൻ വോയിസ് അയച്ചിട്ടുള്ളത് 8:05. അത് ഞാൻ ഇപ്പോ, അതായത് ഇന്ന് രാവിലെയാണ് ശ്രദ്ധിച്ചത്. സമയം ജസ്റ്റ് മാറിപ്പോയി, 8:30 പോയി. ഞാൻ എന്റെ മൈൻഡിലുള്ളത് 8:30, പക്ഷെ അവൻ പറഞ്ഞത് 8:05. സമയം മാറിപ്പോയി, സ്കൂൾ ട്രിപ്പ് എത്താൻ ലേറ്റ് ആയി. സ്വാഭാവികമായിട്ട് എനിക്കത് ആ ട്രിപ്പിന് പോകേണ്ട വന്നില്ല, ഞാൻ റിട്ടേൺ വന്നു. പക്ഷെ എനിക്ക് നോ പ്രോബ്ലം. ഞാനിപ്പോ ഒരു ഡ്രൈവർ ജോലി മാത്രം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, അത് എന്റെ ഇതിൽ 8:30, അല്ലാണ്ട് ഞാൻ ലേറ്റ് ആക്കിയതല്ല. സ്വാഭാവികമായിട്ട് ഞാനത് ചെയ്യൂല. ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും അനുഭവം ഉണ്ടായി, അതിനുശേഷം ഞാനത് ചെയ്യൂല എന്ന് തീരുമാനിച്ചതാണ്. അപ്പോൾ ഞാനിന്ന് സ്വാഭാവികം എന്ത് ചെയ്തു, സമയത്ത് കറക്റ്റ് 8:30 അവിടെ എത്താന്ന് വിചാരിച്ചിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. പകുതിക്ക് എത്തുമ്പോൾ കാണാം അവൻ വിളിക്കുന്നു, ഇങ്ങനെ ലേറ്റ് ആയിട്ടുള്ളത്, 8:05 വണ്ടി വേറെ ആൾ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ, നോ പ്രോബ്ലം. കാരണം എനിക്ക് അത് കഴിഞ്ഞാൽ വേറെ ജോലി ഇല്ല എന്നല്ല, ഞാൻ വീട്ടിൽ വന്നിട്ട് എന്റെ വർക്ക് ഞാൻ ചെയ്യും, കുഴപ്പമില്ല. പിന്നെ ഈ സ്കൂൾ ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ വർക്ക് കുറച്ചും കൂടെ നീട്ടി വെക്കണം, അല്ലെങ്കിൽ ഉറങ്ങാണ്ടിരിക്കണം. പിന്നെ പറയുകയാണെങ്കിൽ തന്നെ ഇന്ന് പുലർച്ചെ 2 മണിക്കാണ് ഞാൻ ഉറങ്ങുന്നത്. എന്നിട്ട് ഞാൻ 7 മണിക്ക്, സോറി 6:30 എണീറ്റിട്ടാണ് ഞാൻ ഈ പറഞ്ഞ സ്കൂൾ ട്രിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ എനിക്ക് കിടന്നുറങ്ങാം. ഡേയിൽ എനിക്ക് കുറേ വർക്ക് ഉണ്ട്, പക്ഷെ കിടന്നുറങ്ങാം. പക്ഷെ ആ ഒരു ജോലി അവനെ ഏൽപ്പിച്ച് ഞാൻ ചെയ്യും. അത് കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് ഞാൻ ചെയ്യും. ഏറ്റെടുത്തിട്ട് അത് ഞാൻ ചെയ്യും എന്നുള്ള ഒരു ഇതാണ്. അതാ പറഞ്ഞത്, ഒരു ജോലി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആക്കിയിട്ട് മാത്രം നമ്മൾ വേറെയിലേക്ക് ഫോക്കസ് ചെയ്യാം. ഞാന് പിന്നെ സ്വാഭാവികം അത് ഫോക്കസ് ചെയ്യാം. ഓക്കെ. അപ്പോ ഞാൻ ഇന്ന് പോയി. അപ്പൊ അവൻ പറഞ്ഞു ഇല്ല, അപ്പോ ഇങ്ങനെയാണ് 8:30 ലേറ്റ് ആയിട്ടുള്ളത്. ഇങ്ങനെ ഞാൻ 8:05 സമയം പറഞ്ഞു. ഞാൻ വാട്സപ്പ് എടുത്ത് നോക്കിയിട്ട് നോക്കുമ്പോൾ അവൻ പറഞ്ഞത് ശരിയാണ്, 8:05 ടൈം പറഞ്ഞത് വാട്സപ്പിൽ വോയിസിൽ. പക്ഷെ ആ സംഭവം എനിക്ക് തോന്നുന്നു അന്ന്, അതായത് വിളിച്ച ദിവസം, 3-4 ദിവസം മുന്നേ വിളിച്ച ദിവസം അവൻ പറഞ്ഞത് 8:30. അപ്പൊ ഇന്ന് എന്തോ കാരണം കൊണ്ട്, എക്സാമോ മറ്റു കാരണം കൊണ്ടോ ഇന്ന് നേരത്തെ പോകേണ്ട ഒരു സാഹചര്യം കൊണ്ട് ആണ് അവൻ 8:05 ഇന്നലെ രാത്രി വോയിസ് ആയിട്ട് അയച്ചത്. അത് എനിക്ക് ക്ലിയർ ആയി. അതാണ് പ്രശ്നം ഇവിടെ സംഭവിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വേറൊരു ഡ്രൈവർ ജോലി മാത്രം അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ആള് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വന്ന് വെറുതെ ഇരിക്കും. പക്ഷെ ഞാൻ എന്റെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു, എനിക്ക് അടുത്ത വർക്ക് ഞാൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇത്രേ ഉള്ളൂ കാര്യം. അതായത് എനിക്കിപ്പോ ഞാനിപ്പോ ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ആ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എനിക്ക് ഇവിടെ നിന്ന് ചെയ്യാം. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഇപ്പൊ ഞാനിപ്പോ ഈ ഒരു വീഡിയോ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത്. അതാണ് ഈ ഒരു ഒന്നിൽ കൂടുതൽ ജീവിതത്തിൽ ജോലി ചെയ്യുമ്പോൾ, അതായത് ഒന്നിൽ കൂടുതൽ ജോലി ജീവിതത്തിൽ ചെയ്യുമ്പോൾ ബെനിഫിറ്റ് അതാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഒന്നിൽ കൂടുതൽ ജോലി ചെയ്യുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ പോലെ, അതായത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോ വേറൊരു എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം. ഞാനിപ്പോ സ്കൂൾ ട്രിപ്പ് എടുക്കുമ്പോൾ അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റൂല, ഇനി 8:30 പറ്റുമെങ്കിൽ 8:05 അവൻ വരാൻ പറഞ്ഞല്ലോ. എനിക്ക് പറ്റൂല, ഞാൻ 8:30 വരും, പറ്റുമെങ്കിൽ എടുത്താൽ മതി. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അവരുടെ റൂൾ എന്താണോ അത് മാത്രം ഫോക്കസ് ചെയ്യുക. ഒന്നിൽ 100-1000 ജോലി നമുക്ക് അറിയാം, അല്ലെങ്കിൽ അത് നമ്മൾ ചെയ്യുമായിരിക്കും. പക്ഷെ ഒരു ജോലി ചെയ്യുമ്പോൾ അത് മാക്സിമം അത് ഫോക്കസ് ചെയ്യുക. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം അടുത്തതിലേക്ക് പോവുക. പിന്നെ അതൊരിക്കലും അതിന്റെ പേരിൽ, അതായത് മറ്റുള്ള വേറൊരു ജോലി നമുക്ക് അറിയാന്നുള്ളൊരു അഹങ്കാരമോ അല്ലെങ്കിൽ മൈൻഡിലോ വെക്കാൻ പാടില്ല. നമ്മൾ ആ ഒരു ജോലി ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുക. നമുക്ക് വേറെ ജോലി അറിയോ ഇല്ല, അതിവിടെ മാറ്റർ അല്ല.
ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് അത് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസും പിന്നെ കുറച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ളതും കാണാൻ പറ്റുന്നതായ പബ്ലിക്കിന്റെ റിയാക്ഷനും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാനലിൽ വരാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ലൈഫിൽ തന്നെ ഇത്ര മിനിറ്റുള്ള ഇപ്പൊ ഏകദേശം 10 മിനിറ്റ് ആവാനായിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് 10 മിനിറ്റുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. എത്രത്തോളം ഓക്കെ ആവും എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നും വിചാരിക്കണ്ട, അടുത്ത വീഡിയോയിൽ ശരിയാക്കാം. ഓക്കെ, ഈ ഒരു എന്റെ ഈ ഒരു ലൈഫിലെ അനുഭവം നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു ഗുണപാഠമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാം. ഇപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടോ, അടുത്ത വീഡിയോ വരുമ്പോൾ കാണാൻ പറ്റുമല്ലോ. ഓക്കെ, പിന്നെ ബെല്ലൈക്കൻ അമർത്തണം, അതിന്റെ സൈഡിൽ ഒരു ബെല്ലൈക്കൻ ഉണ്ടാവും, അതും കൂടെ അമർത്തണം. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.